മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ നായകനായെത്തിയ താണ്ഡവം എന്ന ചിത്രം ആരും തന്നെ മറക്കില്ല. അതിലെ കാശി എന്ന കഥാപാത്രം അത്രയ്ക്ക് മികച്ചതായിരുന്നു. എന്നാൽ അതിലെ നായികയായെത്തിയത് ഒരു പൂച്ചക്കണ്ണി സുന്ദരിയാണ്. പേര് കിരൺ. അത്ര പെട്ടെന്നൊന്നും ആ താരത്തെ ആരും മറക്കില്ല. മോഹൻലാൽ കഥാപാത്രമായ കാശിനാഥന്റെ പ്രിയസഖി ഗ്യാപ്പ് എന്ന് കാശിയും കൂട്ടുകാരും പേരിട്ട് വിളിക്കുന്ന സുന്ദരി കോത ആ താരമാണിത്. ക്യാപ്റ്റൻ രാജുവിന്റെ പെങ്ങളുടെ വേഷമാണ് ആ സിനിമയിൽ കിരൺ കൈകാര്യം ചെയ്തത്. കഥാപാത്രത്തിന്റെ പേര് മീനാക്ഷി. പോലീസുകാരൻ ചേട്ടന്റെ കൂട്ടുകാരനും വീരശൂര പരാക്രമിയുമായ കാശിയെ അയാൾ പോലും അറിയാതെ പ്രണയിക്കുന്ന, ഇടയ്ക്കിടെ അയാളെ ഒന്ന് ഇളക്കാൻ ശ്രമിക്കുന്ന അദൃശ്യായ സുന്ദരി. പിന്നെ ചേട്ടനൊപ്പം കാശിനാഥനെ കാണാൻ നേരിട്ടെത്തി വിവാഹമാലോചിക്കുന്ന കുറുമ്പി പെണ്ണ്. മലയാളി ലുക്കില്ലായിരുന്നുവെങ്കിലും മീനാക്ഷി എന്ന കഥാപാത്രമായി കിരൺ മികച്ച നിലയിൽ പ്രകടനം കാഴ്ചവെച്ചു. പിന്നീടധികം സിനിമകളിലൊന്നും താരത്തിനെ കാണാൻ സാധിച്ചിരുന്നില്ല. താരം എന്താണ് ചെയ്യുന്നതെന്ന് ആരാധകർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി താരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. കിരൺ പങ്കുവയ്ക്കുന്ന ഗ്ലാമറസ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ താരം പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. തന്റെ ആരാധകരുമായി സംസാരിക്കാനും കാണാനുമായി താരം ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതാണിപ്പോൾ താരത്തിന്റെ വരുമാന മാർഗം. കൂടാതെ ഇൻസ്റ്റയിൽ താരം പങ്കുവയ്ക്കുന്ന ചൂടൻ ചിത്രങ്ങൾക്ക് ലൈക്കും കമന്റും ഷെയറും കൂടുതലാണ്. എന്നാൽ വെറുതെ എല്ലാ ആരാധകർക്കും കയറി സംസാരിക്കാനും സാധിക്കുമെന്നാണ് കരുതിയെങ്കിൽ തെറ്റി. ഇതിനുവേണ്ടി താരം വലിയ പ്രതിഫലമാണ് ഈടാക്കുന്നത്. നേരിട്ട് കാണാനും ഫോണിൽ സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനുമെല്ലാം ഈ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട്. ഓരോ സമയത്തിനുമാണ് താരം പ്രതിഫലം ഈടാക്കുന്നത്. കിരണിന്റെ വെബ്സൈറ്റിനെയും ആപ്പിനെയും കുറിച്ച് അടുത്തിടെ ഇന്റർനെറ്റിൽ വന്ന ഒരു വീഡിയോ ഓൺലൈനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ആപ്പും വെബ്സൈറ്റും ആരാധകർക്കായി എക്സ്ക്ലൂസീവ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നു. അതിൽ നടിയെ നേരിട്ട് കാണുക, അവരുമായി വീഡിയോ ചാറ്റ് ചെയ്യാനും സാധിക്കും. നേരിട്ട് കണ്ട് സംസാരിക്കാൻ താൽപ്പര്യമുള്ളവർ താരത്തിന് 1.5 ലക്ഷം രൂപയാണ് പ്രതിഫലമായി നൽകേണ്ടത്. എന്നാൽ വീഡിയോ കോളിലൂടെയാണെങ്കിൽ 10 മിനിറ്റിന് 15,000 രൂപ വെച്ച് നൽകണം. കിരണിന്റെ ഹോട്ട് ചിത്രങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകണമെങ്കിൽ രൂപ 1999 എണ്ണി നൽകണം. ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്ത കണ്ടന്റുകൾ ലഭിക്കണമെങ്കിൽ 49 രൂപ നൽകണം. 999 രൂപയ്ക്ക് കിരണിന്റെ 2 അടിപൊളി ഫോട്ടോസ് നിങ്ങളുടെ ഇൻബോക്സിൽ ലഭ്യമാകും. 25 മിനിറ്റോളം നീളുന്ന വീഡിയോ കോളിലാണെങ്കിൽ 30,000 രൂപ എണ്ണി നൽകണം. ഇനി 15 മിനിറ്റ് നേരം മാത്രമാണെങ്കിൽ ആരാധകർ നൽകേണ്ടത് 13,000 രൂപയാണ്. 2016 ഇവർ ഏറ്റവും അവസാനമായി ഒരു സിനിമയിൽ അഭിനയിച്ചത്. അതിനുശേഷം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു വന്നതും കിരൺ റാത്തോർ എന്ന രാജസ്ഥാൻ സ്വദേശിനിക്ക് തിരിച്ചടിയായി മാറി. ജനനം ഉത്തരേന്ത്യയിലാണെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിലാണ് കിരൺ റാത്തോറിനെ സിനിമാ ലോകത്തിന് പരിചിതയാക്കിയത്. മലയാളത്തിൽ താണ്ഡവം എന്ന ചിത്രം കൊണ്ട് അവസാനിച്ചില്ല കിരണിന്റെ സിനിമാ ലോകത്തെ പടയോട്ടം. മായക്കാഴ്ച, മനുഷ്യമൃഗം, ഡബിൾസ് തുടങ്ങിയ സിനിമകളിലും കിരൺ റാത്തോർ അഭിനയിച്ചു. എന്നാൽ 2016 ശേഷം കിരൺ റാത്തോർ വേഷമിട്ട ഒരു സിനിമയും ഏതൊരു ഭാഷയിലും പുറത്തു വന്നില്ല. ഇപ്പോൾ താരത്തിന് 44 വയസ്സ് പ്രായമുണ്ട്. 2001 ഹിന്ദി ഭാഷയിൽ യാദീൻ എന്ന സിനിമയിലൂടെയാണ് കിരണിന്റെ സിനിമാ പ്രവേശം. സുഭാഷ് ഘായ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഋത്തിക് റോഷനും കരീന കപൂർ ഖാനുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. എന്നാൽ കരിയറിന്റെ അവസാനം കിരണിന് എടുത്തു പറയത്തക്ക ചിത്രങ്ങൾ ഏതും തന്നെ ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. സിനിമാ മേഖലയിൽ പ്രചരിച്ചു വന്ന ചില ഊഹാപോഹങ്ങൾ കിരൺ റാത്തോറിന്റെ കരിയറിന് വിലങ്ങുതടിയായി മാറുകയും ചെയ്തിരുന്നു. അവർ വിവാഹം ചെയ്തെന്നും നിരവധി മക്കളുണ്ടെന്നും പലരും തെറ്റായ വിവരം പ്രചരിപ്പിച്ചു. എന്നാൽ കിരൺ ആപ്പുവഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇനി നടി വനിതാ വിജയകുമാർ അവതരിപ്പിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസസ് എന്ന സിനിമയിലൂടെ കിരൺ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരികയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.